ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കുക. ഇത് ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കാണും, വെള്ളിയാഴ്ച. ഇന്ന് ഞാൻ ഒരു അമ്പലത്തിൽ പോവാം വൈകിട്ട്. ഏതമ്പലമാണ് എവിടെയാണ് എന്നൊക്കെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. പോകുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചിട്ടു. അമ്മ, ആ അമ്പലത്തിൽ നിന്ന് പോയിക്കോട്ടെ? ശരി, പോയിട്ട് വരാമേ. അമ്മയുടെ ചോദിച്ചു, അമ്മയുടെ സമാധാനം കിട്ടി. നീ നമുക്ക് കുഴപ്പമില്ല, ഇനി പോവാം. ഇവിടെ തൊട്ടപ്പുറത്തെ ഒരു അമ്പലത്തിൽ ഉത്സവമായി. അങ്ങനെ അതിൻ്റെ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കണം. എൻ്റെ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വണ്ടി കാണിച്ചു എന്താ, ഇതാണ് എൻ്റെ രഥം. ഈ നടന്നു പോകുന്നതാണ് എൻ്റെ പട്ടിക്കുട്ടൻ ജാക്കി. ഓ, നമുക്ക് പോവാം. ബൈ അല്ല കം പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം, കൊല്ലമ്പുഴ ദേവീമൂർത്തി ക്ഷേത്രം. ഇവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. നല്ല അന്തരീക്ഷമുള്ള ആലൊക്കെയുള്ള നല്ലൊരു ക്ഷേത്രമാണ്. ഇവിടെ ചൊവ്വയും വെള്ളിയാണ് എൻ്റെ പ്രധാന പൂജാ ദിവസങ്ങൾ. ചൊവ്വാഴ്ച ദേവിക്കായിട്ടും വെള്ളിയാഴ്ച ഈ കാണുന്ന നടയിലെ മൂർത്തിക്കായിട്ടുമാണ് പൂജ നടക്കുന്നത്. ഇവിടെ മറ്റ് ഒരുപാട് നടകളുമുണ്ട്. അമ്പലം ഒരുപാട് നല്ല പഴയ അമ്പലമാണ്. വെള്ളിയാഴ്ച ഇവിടെ പൊങ്കാലയുണ്ട്. ഒരു ചേച്ചിമാരിന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച അമ്പലത്തിൽ വന്നു. ഇത് കൊല്ലമ്പുഴ ദേവി മൂർത്തി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പൂജാ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ചൊവ്വ വെള്ളി. ചൊവ്വാഴ്ച ദേവിക്കായിട്ടും വെള്ളിയാഴ്ച മൂർത്തിക്കായിട്ടും. ഞാൻ വെള്ളിയാഴ്ച മൂർത്തിക്ക് വേണ്ടിയിട്ടാണ് എത്തിയത്. മൂർത്തിയുടെ നടയിൽ കയറി തൊഴുതു, കണ്ടു, എല്ലാം പറഞ്ഞു. ഇവിടെ മൂർത്തിക്കായിട്ടുള്ള ഒരു പ്രത്യേക ചടങ്ങെന്ന് പറഞ്ഞാൽ കോഴി എടുത്തുകൊണ്ട് വലം വയ്ക്കുന്നൊരു ചടങ്ങുണ്ട്. അത് ഈ ആരോഗ്യത്തിനും പിന്നെ ഭയം മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ ദേവീ നടയുണ്ട്, പക്ഷേ ദേവീ നട ഇപ്പോൾ ചെറിയ രീതിയിലേ ഉള്ളൂ. ആ ദേവീ നടയ്ക്ക് ചൊവ്വാഴ്ചയാണ് പൂജ. പിന്നെ നമുക്ക് അടുത്ത് പോകാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്. എനിക്ക് അവിടെ മെമ്പർഷിപ്പും ഉണ്ട്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. കാരണം ഇന്നെനിക്കൊരു ബുക്ക് മാറ്റി അവിടെ നിന്ന് എടുക്കാൻ. അപ്പോൾ എനിക്ക് ലൈബ്രറി പോകാം. ഇതാണ് ഇവിടുത്തെ അടുത്ത ക്ഷേത്രം. ഒരു പ്രധാന ക്ഷേത്രമാണ് തിരുവറാട്ടുകാവ്. പക്ഷേ എനിക്കിന്ന് ഇവിടെ കയറാൻ പറ്റില്ല. കാരണം നമ്മൾ അപ്പുറത്തെ ആ ക്ഷേത്രം കൊല്ലമ്പുഴ ദേവീമൂർത്തി ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറാൻ പാടില്ല. ആദ്യം ഇവിടെ കയറണം, എന്നിട്ട് ദേവീമൂർത്തി കയറണം. കാരണം ഇത് ദേവിയും അത് തോഴിയും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പുറകെ കാണുന്നതാണ് അമ്പലം. ആ അമ്പലത്തിൽ എനിക്കിനി കയറാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി അപ്പുറത്തത് അമ്പലത്തിൽ കയറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കിനി ലൈബ്രറി കയറണം. ലൈബ്രറി കയറിയിട്ട് ബുക്ക് മാറ്റണം. ചാരുലത, ടാഗോറിൻ്റെ ചാരുലത എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഞാൻ എടുത്ത്. അത് മാറ്റണം. ചാരുലത എന്ന് പറഞ്ഞാൽ അറിയാം, ചാരുലത ആ പുസ്തകം, അത് മാറ്റണം. അപ്പോൾ നമുക്ക് ലൈബ്രറി. അപ്പോൾ ഫ്രണ്ട്, ഞാൻ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന എൻ്റെ പാരയുണ്ട്. എനിക്ക് ഇവിടുത്തെ ഒരു പ്രധാന പാര ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ലൈബ്രറിയൻ മിനി ചേച്ചി. ചിരിച്ചിട്ട് ഹായ് ചേച്ചി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു ബുക്ക് മാറ്റിയെടുക്കണം. ബുക്ക് മാറ്റിയെടുത്തിട്ട് ഞാൻ എടുത്തുന്ന ബുക്ക് ഏതാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് ബുക്കുണ്ട്, കണ്ടില്ലേ? എൻ്റെ ബൈക്കിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് ബുക്കുണ്ട്. എനിക്ക് തന്നെ മൊത്തം കൺഫ്യൂഷനായിരിക്കുകയാണ്. എല്ലാ ദിവസവും വരുമ്പോഴും എനിക്ക് ഇവിടെ ഒരു കൺഫ്യൂഷനാണ്. ഏത് ബുക്ക് എടുക്കണം. പക്ഷേ ഇന്നെന്തോ ഒന്നുകൊണ്ടാണ് എനിക്കൊരു ബുക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കണ്ടു, ഞാൻ എടുത്തു. അത് നിങ്ങൾക്കിത് തല തിരിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം.
എന്നാലും ഞാൻ വായിക്കാം. എന്നും കാത്തിരിക്കുന്നു, കമലാ ഗോവിന്ദ്. ഈ ബുക്കാണ് ഞാൻ എടുത്തത്, കമലാ ഗോവിന്ദിൻ്റെ എന്നും കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്. നല്ലൊരു ബുക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കത് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ ഞാൻ ഈ ബുക്കൊന്ന് ചെറുതായിട്ട് വായിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല ബുക്കാണ്. അപ്പോൾ ഇത് തന്നെ എടുത്തു. ഇതിനപ്പോൾ നമ്മൾ നേരെ നമ്മളെ പാര ലൈബ്രറിയിൽ എടുത്തു. ചേച്ചി എടുത്തു. ചേച്ചി ഈ ബുക്ക് തന്നെ എടുത്തു. എന്നും കാത്തിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അധികം വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ബൈ ബൈ.